പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഗുഡ് മോർണിംഗ് എൻ്റെ പ്രിയപ്പെട്ടവരെ. വീണ്ടും കർത്താവ് നമുക്കൊരു ദിവസം തന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്രത്യക്ഷ പ്രാർത്ഥനയിക്കൊണ്ട് പരിശുദ്ധമ്മയുടെ മധ്യസ്ഥത്തിന് നമ്മളെ തന്നെ സമർപ്പിക്കാം. ഏറ്റു പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവ് മാസം മുഴുവൻ ദൈവം നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് നമ്മൾ നന്ദി പറയുന്ന കർത്താവെ, ഞങ്ങൾ നിന്റെ നാമത്തിന് ആരാധിക്കുകയും സ്തുതിക്കുകയും നിനക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. നിങ്ങളുടെ മക്കളെ ശിരസ് നമിച്ച് നിന്റെ ആശീർവാദത്തിന് നിൽക്കുമ്പോൾ അമ്മയാണ് ഏറ്റവും വലിയ മധ്യസ്ഥ പ്രാർത്ഥനയുള്ളത്. അമ്മയാണ് ഒരു കുടുംബത്തിലേക്ക് കടന്നു വന്നിട്ട് അവിടെ വീഞ്ഞ് തികയാതെ വന്ന കാര്യം, അവിടുത്തെ ഇല്ലായ്മ, തികയാത്ത അവസ്ഥകൾ കണ്ട് മനസ്സിലാക്കി ആ വീട്ടുകാരൻ പോലും പറയാതെ സ്വന്തമായിട്ട് ആ വിഷയം ഏറ്റെടുത്തു. ശരിക്കും പറഞ്ഞാൽ മാതാവിൻ്റെ ഒത്തിരി പേരുകളിൽ ഒരു പേര് വേണ്ടതാണ്, ഏറ്റെടുപ്പ് മാതാവ്. നമ്മൾ ഉടമ്പടി മാതാവെന്ന് പറയും, അപ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലാകും. പക്ഷെ മാതാവ് ചെയ്തത് എന്താണ്? ആ കുടുംബത്തിൻ്റെ ഭാരങ്ങൾ അവർ പോലും അറിയാതെ സ്വന്തമായിട്ട് ഏറ്റെടുത്തു. അതാണ് ഏറ്റെടുപ്പ് മാതാവെന്ന് പറയണത്. അത് അമ്മ ഫയൽ നോക്കുന്ന മാസമാണത്. പ്രത്യേകിച്ച് എന്നുവെച്ചാൽ ഭയങ്കര പ്രസംഗങ്ങളുള്ള വിഷയങ്ങളെല്ലാം മഞ്ഞുപോലെ ഒരുക്കി കളയണ ദിവസമാണ്. അങ്ങനെ നമ്മൾ വിശ്വസിച്ചാണ്, അങ്ങനെയാണ് പ്രാർത്ഥിച്ച് ഒരുങ്ങുകയാണെങ്കിൽ മരിയൻ എക്സ്പീരിയൻസ് നമുക്കുണ്ടാകും. അതുകൊണ്ട് ഞാൻ നിങ്ങളെല്ലാവരും മാതാവിൻ്റെ മധ്യസ്ഥയിലേക്ക് ക്ഷണിക്കുകയാണ്. കാര്യം മാതാവ് നമ്മൾ ഈശോയുടെ അടുത്ത് കൊണ്ടുപോകും. ഈശോയിൽ ആദ്യം ജീവിച്ച ആൾ അമ്മയാണ്. വചനത്തിൽ ആദ്യം ജീവിച്ച ആൾ അമ്മയാണ്. അമ്മയേക്കാൾ വലിയൊരു ജീവിതവും വേറെ മധ്യസ്ഥനോ ഒന്നുമില്ല. കാര്യം പ്രധാന മധ്യസ്ഥ കൃപാസനം മാതാവിനെ വിളിക്കുന്നത്. അതിൻ്റെ ഏകമധ്യസ്ഥൻ ക്രിസ്തുവാണ്. പക്ഷെ പ്രധാന മധ്യസ്ഥൻ കാര്യം എന്താ? മറ്റു പുണ്യാളന്മാരെ പോലെ ഒരു മധ്യസ്ഥ അല്ല അമ്മയെന്ന് എൻ്റെ അർത്ഥം. അതിനെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം. അമ്മ പ്രധാന മധ്യസ്ഥയാണ്. അതാണ് ഉടമ്പടിയുടെ ലക്ഷ്യം. അതാണ് അമ്മയെ ജീവിതത്തിൻ്റെ പ്രധാന മധ്യസ്ഥയാക്കും. യേശുവിന് നമുക്ക് ഇടയ്ക്ക് നിൽക്കുന്നത് അമ്മയാണ്. അമ്മയേക്കാൾ വലിയ മധ്യസ്ഥമില്ല. ഞാൻ ശനിയാഴ്ച കൊണ്ടാണ് ഇങ്ങനെ നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങൾ ഒറ്റയ്ക്ക് പണിപ്പെടേണ്ട കാര്യമില്ല, ഒറ്റയ്ക്ക് ഭാരപ്പെടേണ്ട കാര്യമില്ല. അമ്മയാണ് ഞങ്ങളുടെ ഭാരങ്ങൾ കാനായിൽ വെച്ച് ഏറ്റെടുക്കുമെന്ന് പറഞ്ഞതും അമ്മയുടെ മധ്യസ്ഥമാണ് ഈശോ ഈ ഭൂമിയിൽ ആദ്യമായിട്ട് കേട്ട മധ്യസ്ഥം. ഈ ഭൂമിയിൽ ഈശോ ആദ്യമായിട്ട് കേട്ട മധ്യസ്ഥം അമ്മയുടേതാണെങ്കിൽ സ്വർഗം കേട്ട മധ്യസ്ഥം അത് തന്നെയാണ്.
അതുകൊണ്ട് തന്നെ അമ്മയുടെ മധ്യസ്ഥത്തിൽ ക്രിസ്തു വഴി ഈ പ്രാർത്ഥനകൾ ഞങ്ങൾ പരവിധാനം സമർപ്പിക്കുമ്പോൾ അതിനൊക്കെ വലിയൊരു പ്രാർത്ഥന ഫോർമുല ഇല്ല. ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവമേ, ഈ കുടുംബങ്ങളെല്ലാം നൂറുകണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യരാണ് ഇപ്പോഴും ഈ ശുശ്രൂഷ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അവരെല്ലാവരും അത് പങ്കെടുക്കുകയും ആ പങ്കെടുക്കുന്ന ഓരോ മക്കളും ആശ്രയം വെച്ചിരിക്കുന്ന ഓരോ മക്കളുടെ മേലും ദൈവത്തിൻ്റെ കരുണ, മനസ്സ്, ശരീരം, ആത്മാവ്, ജീവിതം എല്ലാ മണ്ഡലങ്ങളിലും യാത്ര, അതുപോലെ തന്നെ ചർച്ചകൾ, മീറ്റിങ്ങുകൾ, യോഗങ്ങൾ, സമ്മേളനങ്ങൾ, എവിടെയെല്ലാം അങ്ങനെ മക്കൾ പോകുന്നു അവിടെയെല്ലാം അവിടെ കൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകാനും സാമ്പത്തിക ക്രയവിക്രയങ്ങൾ, വിനിമയങ്ങൾ, വ്യാപാരങ്ങൾ, വ്യവസായങ്ങൾ, അതിനുവേണ്ടിയുള്ള നീക്കുപോക്കുകൾ, ചർച്ചകൾ, യാത്രകൾ, സംരംഭങ്ങൾ, കൈയൊപ്പുകൾ, ഒപ്പിടേണ്ട അവസ്ഥകൾ, രജിസ്റ്റർ ചെയ്യേണ്ട അവസ്ഥകൾ, എന്തെല്ലാം വിഷയങ്ങൾ, വേറെവർ യു ഗോ, നീ പോകുന്ന ഇടത്തെല്ലാം ഞാൻ നിന്നെ ഉണ്ടായിരിക്കും എന്നുള്ള ദൈവത്തിൻ്റെ ചൈതന്യവും ശക്തിയും ഇന്ന് മുഴുവനും കർത്താവിൻ്റെ ചൈതന്യമായി നിങ്ങളിൽ രാത്രി വിശ്രമിക്കാൻ എത്തുന്നവരെയുള്ള എല്ലാ ഭൗതിക ദൈവിക സംരംഭങ്ങളെല്ലാം കർത്താവിൻ്റെ വെളിച്ചം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഭാരങ്ങളും ക്ലേശങ്ങളും യേശു ക്രിസ്തു നീങ്ങിപ്പോട്ട് കൽപ്പിക്കുന്നു. ലോർഡ് ഇൻഫ്യൂസ് യുവർ സ്പിരിറ്റ് ഓഫ് പവർ ആൻഡ് ഗ്രേസ്. നമ്മൾ ഇന്ന് വായിക്കാൻ പോകുന്ന സുവിശേഷം, സന്ദേശം ലുക്കായുടെ സുവിശേഷം 2:20. തങ്ങളോട് പറയപ്പെട്ടതുപോലെ, ഇത് ആട്ടിടയന്മാരുടെ സംഭവം കേട്ടോ. അതായത് നമ്മളോട് പറയപ്പെട്ടതുപോലെ കാണുകയും കേൾക്കുകയും ചെയ്ത ആട്ടിടയന്മാർ വന്ന് പുൽത്തൊട്ടിൽ കണ്ട് ഈശോനെ അമ്മയും കണ്ടതാണ് വിഷയം. തങ്ങളോട് പറയപ്പെട്ടതുപോലെ കാണുകയും കേൾക്കുകയും ചെയ്ത സകല കാര്യങ്ങളെയും കുറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്തുകൊണ്ട് ആ ഇടയന്മാർ തിരിച്ചുപോയി. ആട്ടിടയന്മാർ തിരിച്ചുപോയ കാര്യമാണ്. പക്ഷെ എങ്ങനെയാണ്? തങ്ങളോട് പറയപ്പെട്ടതുപോലെ സകല കാര്യങ്ങൾ തങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്ത സകല കാര്യങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും. അപ്പം ഇതിനകത്ത് എന്ത് സംഭവം എന്നറിയാമോ? ഞാൻ ഈ വചനം ആദ്യം വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ തറച്ച സംഭവം ഇത്രയേ ഉള്ളൂ. സകല കാര്യങ്ങളെക്കുറിച്ചും എന്താണ്? ദൈവത്തിന് നന്ദി കരയറ്റുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യേണ്ടതാണ്. അല്ലാതെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, സകല കാര്യങ്ങൾക്കും. ശരിക്കും പറഞ്ഞാൽ ആട്ടിടയന്മാർക്ക്, പൂജരാജാക്കന്മാർക്ക് കിട്ടി ഒരു ആനുകൂല്യം കിട്ടാൻ പാവപ്പെട്ട കക്ഷികളാണിത്. പൂജരാജാക്കന്മാർക്ക് അവർക്ക് നല്ല നഷ്ടതൊക്കെ തെളിച്ച് ദൈവം ആഘോഷമായിട്ടാണ് അവരെ കൊണ്ടുവന്നത്. ഈ പാവപ്പെട്ട മനുഷ്യർക്ക് അത് കിട്ടിയില്ല. പക്ഷെ മാലാഖ അവരെ കണ്ടു. അത് വരെ സത്യമാണ്. മാലാഖ കണ്ടു എന്നുള്ള കാര്യം ഭയങ്കരമായ ഒരു ഇതാണ്. അപ്പം അതിൻ്റെ അകത്തുള്ള നന്മ എന്ന് പറയുന്നത് അതുൾപ്പെടെ ദൈവത്തിൻ്റെ വെളിപാട് എളിയവർക്ക് ആദ്യം ദൈവം വെളിപ്പെടുത്തിയ അതാണ് സകല കാര്യങ്ങളും ഉള്ളത്. പക്ഷേ പ്രാകൃതമായ മനുഷ്യരെ കണ്ടിട്ട് മിക്കവാറും ആരാണെന്ന് പോലും ചിലപ്പോൾ അവർക്ക് കൊടുക്കേണ്ട ഒരു ഔന്നത്യമോ അംഗീകാരമോ സംസാരമോ അവരുടെ സ്വീകരണമോ സ്വാഗതമോ ഒന്നും കൊടുക്കാനുള്ള മാനസികാവസ്ഥയിലല്ല അമ്മ. അവരമ്മയാണല്ലോ കണ്ടത്. അപ്പം അമ്മയെ ഈശോനെ അല്ല കണ്ടത്. അപ്പം അവിടുത്തെ സിറ്റുവേഷൻസ് ഇവർ വെൽക്കമിങ് അല്ല. ശരിക്കും പറഞ്ഞാൽ അവരൊരു പകർത്തായ അമ്മയ്ക്കാണെങ്കിൽ അതൊരു നെഗറ്റീവ് ഫീലിംഗ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കാര്യം വെച്ചാൽ വളരെ സുന്ദരമായ രീതിയിൽ ട്രീറ്റ് ചെയ്യപ്പെടേണ്ടതാണ്. കാര്യം പ്രസവം കഴിഞ്ഞു പെറ്റതറിയാൻ വേണ്ടി വരുന്ന ആൾക്കാരാണ്. ബന്ധുക്കൾ സ്വന്തപ്പെട്ടവരല്ലേ ആ സമയത്ത് വരണത്. അവർ സമ്മാനം കൊണ്ട് വരണതിന് പകരം ഒരു ബന്ധമില്ലാത്ത പരിചയമില്ലാത്ത കുറച്ച് പ്രാകൃത മനുഷ്യർ ഒന്ന് നോക്കി വെച്ച് പോകും. പക്ഷേ നോക്കി വെച്ച് പോകുമ്പോൾ അവർക്കും ഒരു റെസ്പോൺസ് കിട്ടുന്നില്ല, മര്യാദ തിരിച്ച് റെസ്പോൺസ്. നമ്മുടെ ജീവിതം ഇങ്ങനെ ചില സമയത്ത് നിറം നഷ്ടപ്പെട്ട് കാണും. ജീവിതത്തിൽ നിറം നഷ്ടപ്പെട്ട് കാണും. കാരണം അമ്മയ്ക്കാണെങ്കിൽ ആ വരവ് കൊണ്ട് പ്രത്യേകിച്ച് നല്ല വണ്ണം വീട്ടിൽ താമസിച്ച് ഭംഗിയായിട്ട് ആൾക്കാരുടെ സ്നേഹവും ഔദാര്യവും പരിഗണനയും പരിചരണവും ഒക്കെ കിട്ടേണ്ട കാലത്ത് ഈ പ്രകൃതമായ മനുഷ്യർ വന്ന് നോക്കി നിന്നില്ല, വരവ് ഒന്നും കിട്ടിയില്ല. അമ്മ അത് ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ആട്ടിടയന്മാര് ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നതിനേക്കാൾ ഉപരി ആട്ടിടയന്മാരെ കുറിച്ച് പറയണത് അവരോട് പറയപ്പെട്ട അവർ ദേ ആർ ഹാപ്പി വാട്ട് ദേ ഹാവ് ഫെൽറ്റ്. അവർക്ക് അവിടെ കിട്ടിയതിനെ കുറിച്ച് അവർ വളരെ ഹാപ്പിയാണ്. അവർ കണ്ടതുപോലെ പറഞ്ഞതുപോലെ കണ്ടല്ലോ പിള്ളക്കച്ചി പൊതിഞ്ഞ് പുൽത്തൊട്ടി കിടത്തിരിക്കുന്ന ഈ വിനായകൻ രാജാവെന്ന് അവിടെ മനസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. ദേ ആർ ഹാപ്പി. അപ്പോൾ സിറ്റുവേഷൻസ് മോശമാണ്. അവിടെ ഒരു രാജാവിൻ്റെതായിട്ടുള്ള ഒരു സംഭവങ്ങളൊന്നും അവിടെ ഇല്ല. രാജകീയ ജന്മവുമല്ല. ഒരു ചേരി പ്രദേശത്ത് ആരോ ഒരു വലിയ സ്വാധീനവും വിലയും നിലവില്ലാത്ത ആൾക്കാർ പെറ്റുകിടക്കണ പോലെ വഴിയരികെ പെറ്റുകിടക്കുന്ന ഒരു അവസ്ഥ. ഞാൻ ആ പുൽത്തൊട്ടി പോയതാണ്. ഒരു വഴിയരികയാണ് ശരിക്കും പറഞ്ഞാൽ. ആ ഗുഹ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ കൂടെ ഇവിടെ ഒരു വഴിയരിക ഉണ്ട് ഇവിടെ. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷനിൽ അത് കണ്ടിട്ട് ആട്ടിടയന്മാർക്ക് സന്തോഷമാണ് ഉണ്ടായത്.
കാര്യം ആ സിറ്റുവേഷനെ കുറിച്ച് ദേ ആർ ലീസ്റ്റ് ബോദർ അബൌട്ട് ഇറ്റ്. ആ സാഹചര്യം കണ്ടാൽ നമുക്ക് വിശ്വസിക്കാൻ തോന്നത്തില്ല. പക്ഷെ സാഹചര്യമല്ല വിശ്വസിക്കേണ്ടത്, കർത്താവിൻ്റെ വചനമാണ് വിശ്വസിക്കേണ്ടത് എന്നുള്ളതാണ് തങ്ങളോട് പറയപ്പെട്ടതുപോലെ കണ്ടത് കൊണ്ടാണ്. ആ സാഹചര്യമല്ല കർത്താവിൻ്റെ വചനമാണ് വിശ്വസിക്കേണ്ടത് എന്നുള്ള വലിയൊരു ഉൾക്കാഴ്ചയാണ് ദൈവം നമുക്ക് നൽകണത്. അപ്പോഴേ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇതാണ്, നമ്മൾക്ക് ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നവരാകാം, നമ്മൾ നല്ലോണം വിശ്വസിക്കുന്നവരാകാം, പക്ഷേ അതിൻ്റെ ഒരു സെറ്റപ്പ് ഒന്നും നമ്മുടെ ജീവിതത്തിൽ കാണത്തില്ല. ഭയങ്കരമാണ്, ഞാൻ കുറേ അനുഭവിച്ചുകൊണ്ട് പറയണതാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നു, നമ്മൾ ദൈവത്തെ എല്ലാവരെക്കാളും ദൈവത്തെ ആരാധിക്കുകയും മഹത്വപ്പെടുകയും ചെയ്യുന്നു, പക്ഷെ അതിൻ്റെ സെറ്റപ്പ് സിറ്റുവേഷൻസ് ഒന്നും നമ്മുടെ ജീവിതത്തിലില്ല. നമ്മൾ പ്രാർത്ഥിക്കാത്ത മനുഷ്യരെ പോലുള്ള അനുഭവങ്ങൾ നമുക്കുണ്ടാകണം. സ്റ്റിൽ വി ബിലീവ് ഇൻ ഇറ്റ്, വി വിൽ ട്രസ്റ്റ് ഇൻ ഇറ്റ്, സ്റ്റിൽ വി ഗെറ്റ് ത്രൂ ഇറ്റ്. അതിലൂടെ കടന്നു പോവുകയാണ്. എന്താ, ദൈവത്തിൻ്റെ വചനങ്ങളെ അനാലങ്കൃതമായ അടയാളങ്ങളില്ലാതിരിക്കുന്ന ഒരു കാലത്തും അടയാളങ്ങൾ കണ്ട് വിശ്വസിക്കുന്നവരുടെ അതേ ത്രസിപ്പോട് കൂടി ജീവിക്കുന്നതാണ് യഥാർത്ഥ വിശ്വാസം. ഏശയ്യാ 11:2 ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ഉപദേശത്തിൻ്റെയും ശക്തിയുടെയും ആത്മാവ്, അറിവിൻ്റെയും ദൈവഭക്തിയുടെയും ആത്മാവ്. 1 കൊരിന്ത്യർ 12:8 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. 1 കൊരിന്തോസ് 12:8 ഒരേ ആത്മാവ് തന്നെ ഒരാൾക്ക് വിവേകത്തിൻ്റെ വചനവും മറ്റൊരാൾക്ക് ജ്ഞാനത്തിൻ്റെ വചനവും നൽകുന്നു. ഒരേ ആത്മാവ് തന്നെ ഒരുവന് വിശ്വാസവും വേറൊരുവന് രോഗശാന്തിക്കുള്ള വരവും നൽകുന്നു. അപ്പോൾ അത് വിശ്വാസം എന്ന് പറയുന്നത് നമുക്ക് കേവല വിശ്വാസം ഒന്നും പറഞ്ഞ സംഭവമില്ല. ഇപ്പോൾ ചില ആൾക്കാർ പറയുന്നില്ലേ, അമേരിക്ക നിങ്ങൾ പോയിട്ടില്ല, പക്ഷെ അമേരിക്ക അവിടെ ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. അതുപോലെയുള്ള ഒരു കേവല വിശ്വാസമല്ല ബൈബിൾ വിശ്വാസം. ബൈബിൾ വിശ്വാസം പരിശുദ്ധാത്മാവിൻ്റെ ദാനമാണ്. മനസ്സിലായില്ലേ? വിശ്വാസം, മാനുഷിക വിശ്വാസമുണ്ട്. എന്തുമാത്രം വിശ്വാസം, നമ്മുടെ അമ്മയാണ് നമ്മൾ പറയണത്, നമ്മുടെ അപ്പൻ ഇങ്ങേരാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നു. അതൊരു വിശ്വാസത്തെ നമ്മൾ അപ്പനായിട്ട് സ്വീകരിക്കുന്നു. ആ വിശ്വാസമല്ല ബൈബിൾ വിശ്വാസം. ബൈബിൾ വിശ്വാസം എന്ന് പറയുന്നത് ഇതുപോലെ മാനുഷിക വിശ്വാസമോ ഇൻഫ്ലുവൻസോ ഒന്നുമല്ല, ഒരു സെക്കുലർ ഇൻഫ്ലുവൻസ് ഒന്നുമല്ല ബൈബിൾ വിശ്വാസം. ബൈബിൾ വിശ്വാസം ബേസിക്കലി ഇറ്റ് ഇസ് എ ഫ്രൂട്ട് ഓഫ് ദി ഹോളി സ്പിരിറ്റാണ്, പരിശുദ്ധാത്മാവിൻ്റെ വരമാണ്. ഒരു ഉടമ്പടി മേജറായിട്ടുള്ള പ്രോജക്റ്റ് ചെയ്യുന്നതാണ് ഉടമ്പടി. അതിന് അനപേക്ഷിതമായി അനുധാരികളാണ് അടിസ്ഥാന ആത്മീയ പ്രമാണങ്ങളായിട്ട് ഞാൻ നിങ്ങളെ ഇപ്പോഴും ഉത്ബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നൊരു വിഷയം, അതായത് നമ്മൾ അറിയാം, ഇപ്പം ഞാൻ ഈ ടോം ഫിലിപ്പിനോട് എന്നാ പറഞ്ഞത്, കുഞ്ഞ് മരിക്കത്തില്ല, നീ ഭാര്യയുടെ അടിവയറ്റിൽ കൊണ്ടുപോയിട്ട് ഇത് വിശ്വാസപ്രമാണം ചെയ്തിട്ട് ഉടമ്പടി തൈലം കുരിശ് വരച്ച് കുഞ്ഞിനെ ഈശോയ്ക്ക് ഉടമപ്പെടുത്താൻ പറഞ്ഞിരിക്കുകയാണ്. കുരിശ് വരക്കണ എന്തിനാ? അതൊരു മുദ്രയാണ്, കുരിശിച്ച ഒരു സൈനാണ്, സീൽ. ഓഫീസിൽ നിന്നൊക്കെ ലെറ്റർ പേഡ് അടിക്കുമ്പോൾ അവർ സീലടിച്ചിരിക്കുകയാണ്, അതിനാണ് നമ്മൾ കുരിശ് വരയ്ക്കണം. നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് എന്താ ചെയ്യണത്? പ്രത്യക്ഷീകരണ പ്രാർത്ഥനയ്ക്ക് നമ്മൾ കൈയും കാലും കഴുകി ഫ്രഷായിട്ട് വന്നിട്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന തുടങ്ങുമ്പോൾ നമ്മൾ എന്താ ചെയ്യണത്? ഉടമ്പടി തൈലം എടുത്തിട്ട് കുരിശ് വരക്കും. എന്തിനാണ് ഉടമ്പടി തൈലം എടുത്ത് കുരിശ് വരക്കണത്? കുരിശ് വരക്കും നമ്മൾ അറിയണം. ഇതിനെക്കുറിച്ച് അറിഞ്ഞില്ലെങ്കിൽ നമ്മളെ പൂച്ച മാതാ പോലെ എന്തെങ്കിലും കാണിച്ചു കൊടുക്കും. ഇങ്ങനെ അതാണ് നിങ്ങൾക്ക് ചില ആൾക്കാർക്കെങ്കിൽ അല്ലെങ്കിൽ കൾട്ടിക്കായിട്ട് ചെയ്ത് കളയും, ടെക്നിക്കലായിട്ട് ചെയ്ത് കളയും. ഉടമ്പടി തൈലം എടുത്ത് പോകുന്നൊക്കെ പറഞ്ഞു ആ വർക്കപ്പ് എന്തെങ്കിലും കാണിച്ചു കിട്ടും. പിച്ചുമ്പയും പറഞ്ഞ പോലെ തന്നെ മറ്റൊരു പരിപാടി കാണിക്കും. അങ്ങനെ കാണിച്ചിട്ട് വർക്കൗട്ട് ചെയ്യത്തില്ല. നമ്മൾ ഇതിനെക്കുറിച്ചൊരു അവബോധം ഉണ്ടാകണം. ആചാരത്തിന് അർത്ഥം അറിഞ്ഞില്ലെങ്കിൽ അനാചാരമായിട്ട് മാറും. അനാചാരം ഒന്നും സാധനമില്ലേ? അത് അനാചാരം എന്ന് പറഞ്ഞാൽ എന്താണ്? അർത്ഥം അറിയാതെ ആചാരം ചെയ്യുമ്പോഴാണ് അത് അനാചാരമായി മാറുന്നത്. അർത്ഥം അറിയുമ്പോഴാണ് അത് സദാചാരമായി മാറുന്നത്. ഇതൊരു സദാചാര ക്രിയയാണ് ശരിക്കും പറഞ്ഞാൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോഴ് ഉടമ്പടി തൈലം എടുത്തിട്ട് നെറ്റിക്ക് കുരിശ് വരക്കും. തലയിൽ കുരിശ് വരച്ചാൽ പിന്നെ ഈ ഹോൾ ബോഡി, നമ്മുടെ ചിന്തകൾ, വികാരങ്ങൾ, വർക്കുകൾ, ആ ദിവസത്തെ മുഴുവൻ ഇടപാടുകളെല്ലാം ദൈവത്തിന് ഞാൻ മുദ്ര വെക്കുന്നു, കർത്താവിനെ ഞാൻ ഉടമപ്പെടുത്തുന്നു. എന്താ കാര്യം? ഇത് ഐ വിൽ അതായത് ഇപ്പോൾ 92-ാമത്തെ സങ്കീർത്തനം 10-ാമത്തെ വാക്യം, ഐ വിൽ അനോയിൻറ്റ് യു വിത്ത് ദ പ്യൂറസ്റ്റ് ഓയിൽ. അതാണ് സംഭവം. അതിൻ്റെ ഉടമ്പടി ആ വാക്യം നിന്നാണ് ഉടമ്പടി തൈലം ഉണ്ടാകുന്നത്. ഞാൻ നിന്നെ എന്ത് ചെയ്യുന്നതാണ്? ശുദ്ധമായ തൈലത്താൽ അനോയിൻറ്റ് ചെയ്യും. എന്തിനാണ് അങ്ങനെ അനോയിൻറ്റ് ചെയ്യണത്? ഞാൻ നിന്നെ അഭിഷേകം ചെയ്യും. ഇപ്പോൾ സങ്കീർത്തനം ഈ 92:10 ഞാൻ നിന്നെ ശുദ്ധമായ തൈലത്താൽ പറഞ്ഞേ, ഞാൻ നിന്നെ ശുദ്ധമായ തൈലത്താൽ അഭിഷേകം ചെയ്യും. എന്തിനാണ് അങ്ങനെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? ആ ആചാരത്തിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ താഴെ എഴുതിയിട്ടുണ്ട്, ഐ വിൽ ഗിവ് യു ദ വൈൽഡ് ഓർ സ്ട്രെങ്ത്. അതാണ് അത് ഇംഗ്ലീഷ് കിടക്കണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനാണ് നിങ്ങൾ അനോയിൻ ചെയ്യണത്? ഞാൻ നിനക്ക് കാട്ടുപോത്തിൻ്റെ ശക്തി നൽകും. മനസ്സിലായില്ലേ? ഞാൻ നിനക്ക്, നമ്മുടെ ബലഹീനതമായൊരു കാലത്തിലാണ് നമ്മൾ ഉടമ്പടി ചെയ്യണത് ഇല്ലേ? അപ്പോൾ നമുക്ക് എന്താ വേണ്ടത്? ശക്തിയാണ് വേണ്ടത്. ഈ ശക്തിക്ക്
ഈ ശക്തി നേടാൻ വേണ്ടി ദൈവത്തിൻ്റെ വാഗ്ദാനമുണ്ട്. ഐ വിൽ ഗിവ് യു എന്നാണ്. നമുക്കറിയാമല്ലോ 8810 വാഗ്ദാനങ്ങളാണ് ദൈവത്തിലുള്ളത്. ഈ വാഗ്ദാനങ്ങൾ പ്രാപിക്കുന്ന ഒറ്റ സിംഗിൾ ആപ്പാണ് ഉടമ്പടി എന്ന് പറയുന്നത്. ആ ഉടമ്പടി എല്ലാം വാഗ്ദാനങ്ങളാണ്. അതിലൊരു വാഗ്ദാനമാണ് ഐ വിൽ അനോയിൻറ്റ് യു വിത്ത് ദ പ്യുവറസ്റ്റ് ഓയിൽ. ഞാൻ നിന്നെ ശുദ്ധമായ തൈലത്തിൽ അഭിഷേകം ചെയ്തു. എന്തിനാണ് അഭിഷേകം ചെയ്യണത്? ഐ വിൽ. ഇപ്പം നമ്മൾ എണ്ണ തേക്കത്തില്ലേ? ചില ആൾക്കാർ കുഴമ്പ് തേക്കും നീര് പോകാൻ വേണ്ടി, അല്ലേ? ചില തലയിൽ എണ്ണ തേക്കും. എന്തിനാണ്? തല തണുക്കാൻ വേണ്ടി. തല തണുക്കാനും നീര് പോകാൻ വേണ്ടിയാണ് ഉടമ്പടി തൈലം തേക്കണത്? അല്ല. ഇത് ബേസിക്കലി ഇറ്റ് ഈസ് മെൻറ്റ് ഫോർ എംപവറിങ്. നമ്മൾ പവർ, അതായത് നമ്മൾ ഒറ്റക്കല്ല. ഇന്ന് മുതൽ ഞാൻ ഉടമ്പടി ചെയ്ത ദൈവം കൂടി എൻ്റെ കൂടെ ഉണ്ട്. ഞാൻ ശക്തനാണ്. കൈയടിച്ച് കർത്താൻ അതായത് അതൊരു വാഗ്ദാനമാണ്. എന്താണ്? നമ്മൾ ഈ നിങ്ങൾ ഉടമ്പടി തരും ആ വെളുപ്പിനെ എടുത്ത് നെറ്റിയിൽ കുരിശിടുമ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ വാഗ്ദാനം ഓർക്കണം. 12:30 സങ്കീർത്തനം 92:11 വാഗ്ദാനം. റീഡ് ഇറ്റ്. ശ്രദ്ധിക്കട്ടെ. 92 സങ്കീർത്തനം 10:11 തിരുവചനങ്ങൾ. എന്നാൽ അവിടുന്ന് എൻ്റെ കൊമ്പ് കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തി, അവിടുന്ന് എൻ്റെ മേൽ പുതിയ തൈലം ഒഴിച്ചു. പ്രൈസ് ദി ലോർഡ്. അതായത് കൊമ്പ് ശക്തി എന്നാണ് എൻ്റെ ഉദ്ദേശിക്കുന്നത്. ബൈബിൾ അത് മലയാളത്തിലെ വേർഷൻസ് അങ്ങനെ തർജ്ജമ ചെയ്തിരിക്കുന്നതാണ്. ഇംഗ്ലീഷ് വേർഷൻ ഐ വിൽ ഗിവ് യു ദ വൈൽ ഓഫ് സ്ട്രെങ്ത് എന്നാണ് കിടക്കുന്നത്. ഇവിടെ കൊമ്പെന്നാക്കും. അത് ബൈബിളിലെ ശക്തിയുടെ പ്രതീകമായിട്ടാണ് കൊമ്പ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ പല വേർഷൻസ് ഉണ്ടാവും ഇതിനെ. അപ്പോൾ ഐ വിൽ ഗിവ് യു ദ വൈഡ് ഓഫ് സ്ട്രെങ്ത്. ഞാൻ കാട്ടുകാളയുടെ ശക്തി നിനക്ക് നൽകിയെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ശക്തി വെളുപ്പിനെ നമ്മുടെ ജീവിതത്തിലേക്ക് വരികയാണ്. എണ്ണ തേക്ക് ഈ തൈലം പൂശി കുരിശ് വരയ്ക്കുമ്പോൾ ഓർക്കണം എന്താണ്? യു ആർ എംപവേർഡ്. ഇത് എന്താണ്? എങ്ങനെയാണ് എംപവറിങ് ആകണത്? ശക്തി ആകണത് എന്താണ്? ശക്തി നമ്മൾ ഉടമ്പടി എടുത്തപ്പോൾ ദൈവം ചെയ്ത വാഗ്ദാനങ്ങളിൽ ഒന്നാണത്. നിങ്ങൾ ദൈവമായിട്ട് ഉടമ്പടിയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൻ്റെ മുഴുവൻ ആരായി മാറും? നിങ്ങൾ അവകാശികളായി മാറും. മനസ്സിലായില്ലേ? ദൈവം നമുക്ക് തന്ന കാര്യങ്ങളുടെ എല്ലാത്തിൻ്റെയും അവകാശികളായി നമ്മൾ മാറുന്നത് ഈ ഉടമ്പടിയിലൂടെയാണ് മാറുന്നത്. ഉടമ്പടി എന്ന ഒറ്റ സംഭവം മാത്രമേ വാഗ്ദാനങ്ങൾ അവകാശമാക്കാൻ ദൈവം നമുക്ക് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ഓർത്തിട്ട് വേണം ഈ തൈലം ആദ്യമേ തേക്കാൻ. ദൈവത്തിൻ്റെ വാഗ്ദാനമാണ് നിന്നെ ശക്തനാക്കുന്നത്. ശക്തനാക്കുമ്പോൾ എപ്പോഴും ഓർക്കേണ്ടത് എന്താ? എങ്ങനെയാണ് നമ്മൾ ശക്തനാകണത്? നമ്മൾ ശക്തനാകണത് എങ്ങനെയാണ്? ഇപ്പോൾ ജോഷുവയോടും ദൈവം എന്താ പറഞ്ഞത്? എങ്ങനെയാണ് ജോഷുവനെ ശക്തമാക്കിയത്? ജോഷുവനെ ശക്തമാക്കിയത് എങ്ങനെയാണ്? ജോഷുവ 1:9 നമ്മൾ വായിക്കണില്ലേ? എന്താ പറഞ്ഞത്? ശക്തനും ധീരനുമായിരിക്കുക. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ തൈലം തേക്കുമ്പോൾ നമ്മൾ പറയേണ്ട വാക്ക് അതാണ്, ശക്തനും ധീരയുമായിരിക്കുക. അതാണ് പറയേണ്ടത്. ജോഷുവ 1:9. എന്തുകൊണ്ടാണ് നമ്മൾ ശക്തനാകണത്? എണ്ണ തേച്ചാൽ ശക്തനാകത്തില്ല. എണ്ണ ഒരു അടയാളമാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ശക്തനാകണത്? ഐ വിൽ കം വിത്ത് യു വേറെവർ യു ഗോ. നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിൻ്റെ കൂടെ വരും. എല്ലാവരും ചെയ്യുന്ന കാര്യമാണ് ഉടമ്പടി തൈലമെടുത്ത് വെളുപ്പിനെ നെറ്റിക്ക് തേക്കുക എന്നുള്ളത്. അതിൻ്റെ കൊണോട്ടേഷൻസ് ഇംപ്ലിക്കേഷൻസ് ഒക്കെ പോണ പോയിക്കൊണ്ടില്ലേ? അത് എന്തിനാണ് ഉദ്ദേശിക്കുന്നത്? അതുകൊണ്ട് ശക്തനും ധീരനുമായിരിക്കുക. കാര്യം എന്താണ്? അത് സങ്കീർത്തനം 92:10-11 വചനം കിടക്കുന്നത്. തൈലം തേക്കുമ്പോൾ ഐ വിൽ അനോയിൻറ്റ് യു വിത്ത് ദ പ്യുവറസ്റ്റ് ഓയിൽ. ഞാൻ നിന്നെ ഉടമ്പടി തൈലത്താൽ, ശുദ്ധമായ തൈലത്താൽ അഭിഷേകം ചെയ്യും. എന്തുകൊണ്ടാണ്? ഐ വിൽ എംപവർ യു. ഞാൻ നിന്നെ ശക്തനാക്കും. എങ്ങനെയാണ് ശക്തനാക്കുന്നത്? അതായത് ഐ വിൽ ഗിവ് യു ദ വൈഡ് ഓഫ് സ്ട്രെങ്ത്. കാട്ടുകാളയുടെ ശക്തി നൽകും. കാരണം നമ്മൾ ബലഹീനമായ കാലത്താണല്ലോ ദൈവത്തിൽ ഉടമ്പടി എടുക്കുന്നത്. അത് എപ്പോഴും എങ്ങനെയാണ് നമ്മൾ ശക്തനാക്കണത്? അതാണ് ജോഷുവ 1:9 പറയണത്. എന്താണ്? ശക്തനും ധീരനുമായിരിക്കുക. ശക്തയും ധീരയുമായിരിക്കുക. എന്താ കാര്യം? നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിൻ്റെ കൂടെ വരും. മനസ്സിലായി? അപ്പോൾ ശക്തനായിരിക്കുക, ശക്തിയായിരിക്കുക എന്ന് പറയുമ്പോഴേ ഈ തൈലം തേക്കുമ്പോൾ തന്നെ ഓർക്കുമ്പോൾ ശക്തി വരണത് തൈലത്തിൽ നിന്നല്ല. പിന്നെന്താണ്? ഈ വിശ്വാസം പ്രഖ്യാപിക്കുക നിമിത്തം, ഉടമ്പടിയിൽ ആശ്രയിക്കുക നിമിത്തം അതിൻ്റെ വാഗ്ദാനമായ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് അവകാശമാകുന്നു. കൈയടിച്ച് കർത്താവിന്റെ സാന്നിധ്യം എന്താണ് പറയുന്നത്? ഐ വിൽ കം വിത്ത് യു. ശക്തനും ധീരനുമായിരിക്കുക, ശക്തയും ധീരയുമായിരിക്കുക. വൈ? എന്തുകൊണ്ട്? ഐ വിൽ കം വിത്ത് യു വേറെവർ യു ഗോ. നീ ശക്തയായിരിക്കണം, നീ ശക്തനായിരിക്കണം. കാരണം എന്താണ്? നീ എവിടെയെല്ലാം പോകുന്നു എന്നാണ്. ഇന്ന സ്ഥലങ്ങളിൽ അത് ഇന്ന സ്ഥലത്ത് പോകുമ്പോൾ ഞാൻ ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞിട്ടില്ല. നീ വെന്റിലേറ്ററിൽ പോയാലും ഐ വിൽ കം വിത്ത് യു വേറെവർ യു ഗോ. നീ ICUവിലായാലും ശരി, ഐ വിൽ കം വിത്ത്. നീ പരീക്ഷാ ഹോളിലായാലും ശരി, നീ ഇൻ്റർവ്യൂവിലായാലും ശരി. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായി. ഒരു മോളുടെ സാക്ഷി ഉണ്ടായിരുന്നു. അവൾ കംപ്ലീറ്റ് മലയാളം മീഡിയം. ഇവൾക്ക് അതേസമയം തന്നെ കക്ഷി ഉടമ്പടി എടുത്തിട്ട് IATS പരീക്ഷയ്ക്ക് പോവുകയാണ്. ഇവളാണെങ്കിൽ IATS പരീക്ഷയ്ക്ക് ചെന്നപ്പോൾ തന്നെ ആളിൻ്റെ മുമ്പിൽ ഇരുന്ന് പരീക്ഷകൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് പറയുന്നുണ്ട്,
അവളിങ്ങനെ വിറക്കണം. ആ മാഡത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ പൂക്കല പോലെ വിറക്കുകയാണ്. ഒന്നും വായിന്ന് വരണില്ല. വരുമ്പോഴൊക്കെ അവരാണ് മാഡം ചോദിക്കും, വൈ യു ആർ ഷിവറിങ്, ഇതെന്താ നിങ്ങൾക്ക് വല്ല മാനസിക രോഗമാണോ, എന്താ പറ്റി ഇത് കെട്ടിയെടുത്ത് എന്തായാലും ഇതിലേക്ക് വന്നത്, ഇത് വേറെ പണിയൊന്നുമില്ലേ എന്ന രീതി അവരങ്ങനെ പറഞ്ഞില്ലെങ്കിലും അവരുടെ ബോഡി ലാംഗ്വേജ് അതാണ്, ശരീരഭാഷ അതാണ്. എന്നാൽ പിന്നെ പണ്ടാരം അടങ്ങാൻ എന്തിനാണ് ഇതിന് തലകുത്തി പറയാൻ പോയതെന്ന് ചോദിക്കുന്ന രീതിയിലുള്ള ഒരു നെഗറ്റീവ് ബോഡി ലാംഗ്വേജാണ്. അപ്പോൾ പക്ഷേ ഇവൾക്ക് റിക്കവർ ചെയ്യാൻ പറ്റണില്ല. ഭയങ്കര ചുണ്ടൊക്കെ വിറക്കണം, തൊണ്ട വിരളെന്ന് വല്ലാത്ത ഒരു പിടച്ചിലാണ്. അപ്പോൾ മാഡത്തിന് കാര്യം മനസ്സിലായി. മാഡം പറയും തെറ്റണ്ട, യു കണ്ടിന്യൂ എന്ന് പറയും. അങ്ങനെ 2 മിനിറ്റ് ഒരു കണക്കിന് ഇംഗ്ലീഷ് പറഞ്ഞ് സ്പീക്കിങ്ങാണ്. 2 മിനിറ്റ് 2.5 മണിക്കൂർ ഇംഗ്ലീഷ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ആളിൻ്റെ ഗ്യാസ് തീർന്ന്, അടിച്ചു വെച്ച സംഭവങ്ങളെല്ലാം തീർന്ന്. പിന്നെ എന്ത് പറയുമെന്നറിയാമല്ലോ, പിന്നെ നിന്ന് വിറക്കുക. അപ്പോൾ മാഡം പറഞ്ഞു, നിങ്ങൾക്ക് 5 മിനിറ്റല്ലേ ഉള്ളത്, 5 മിനിറ്റ് കണ്ടിന് 5 മിനിറ്റ് പറഞ്ഞ് ഒപ്പിക്കാൻ പറഞ്ഞു. കാരണം അവിടെ രക്ഷപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതാണ്, പറഞ്ഞ് അവസാനിപ്പിക്കണമല്ലേ, ആളെ പറഞ്ഞു. അവൾ 5 മിനിറ്റ് ആദ്യം പറഞ്ഞത് 2.5 മിനിറ്റല്ലേ പറഞ്ഞിരിക്കണത്, അതെന്നെ പിന്നെ റിപ്പീറ്റ് ചെയ്ത്. കാര്യം വിറക്കണ പറയണമെന്നൊരു പിടിയില്ല, ഒരു കണക്കിന് അവിടെ നിന്ന് കഴിഞ്ഞ് താടി പുറത്ത് വീണ്. പേടിയാണ് ശരിക്കും ആളിനെ. പക്ഷേ എന്താ സംഭവം, വാഗ്ദാനം എന്താണ്? ഐ വിൽ കം വിത്ത് യു വേറെവർ യു ഗോ. നീ പോകുന്നിടത്തെല്ലാം, ഏത് സ്പീക്കിംഗ് ആയാലും ഏത് ഇൻ്റർവ്യൂവിനായാലും ഐ വിൽ കം വിത്ത് യു. റിപ്പോർട്ട് വന്നപ്പോൾ എന്താ വന്നിരിക്കണം, അവർക്ക് B ഗ്രേഡ്. ട്രോളർമാർ ചിലപ്പോൾ എൻ്റെ ഈ പ്രസംഗം തന്നെ എടുത്ത് ട്രോൾ ചെയ്ത് വരും. കാര്യം എന്താ, ഇതിൻ്റെ അത് യുക്തിയില്ലല്ലോ. കാര്യം വിറച്ചതുള്ളി 2.5 മണിക്കൂർ പറഞ്ഞു. 2.5 മണിക്കൂർ പറഞ്ഞപ്പോൾ തന്നെ കൈ നമ്മുടെ ഉണ്ടായിരുന്ന കരിമരുന്ന് തീർന്ന്, പിന്നെ ഒരു 2.5 മണിക്കൂർ ബാക്കി കിടക്കണം. കാരണം എന്തെങ്കിലും പറഞ്ഞ് തുലച്ചിട്ട് പോകാൻ പറയുമ്പോഴും ആ പറഞ്ഞത് തന്നെയും പിന്നെയും പറയുന്നു. പക്ഷേ റിസൾട്ട് വരുമ്പോൾ B ഗ്രേഡ്. നിങ്ങൾ സാക്ഷ്യം കേൾക്കണം, യൂട്യൂബ് കിടപ്പുണ്ട്. പക്ഷേ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഇതാണ് മെറിറ്റ് ആൻഡ് ഡീമെറിറ്റ്സ് എന്ന് പറയുന്നത്. അവൾ വിറച്ചെന്ന് പറയുമ്പോൾ എന്താ എൻ്റെ അർത്ഥം, അവിടെ തൊണ്ട വരണ്ടു എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ അർത്ഥം എന്താണ്, എനിക്ക് മെറിറ്റ് ഇല്ലെന്ന് എൻ്റെ അർത്ഥം, യോഗ്യതയില്ല. യോഗ്യതയില്ലെന്ന് പറഞ്ഞാൽ അതൊരു ഡെഡ് എൻഡ് അല്ല. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിനക്ക് യോഗ്യതയില്ലെന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ്, കർത്താവിൻ്റെ സാധ്യത തുറന്നു വരാൻ പോകുന്നു. ദാറ്റ് ഈസ് ഗ്രേസ്. എപ്പോഴും ബൈബിൾ വായിക്കുമ്പോൾ എപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാകണത്, ഈ മെറിറ്റ് എന്ന് പറയുന്ന സാധാരണ മനുഷ്യനെ ഉണ്ടാകുന്ന യുക്തിയും ശക്തിയും ഒക്കെ ഉണ്ടാകും. ചിലപ്പോൾ പല വിഷയങ്ങളും നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരണത് മെറിറ്റിൽ അധിഷ്ഠിതമല്ല, അത് ഗ്രേസിൽ അധിഷ്ഠിതമാണ്. അതാണ് ബൈബിൾ പറയണത്, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഇന്ന് എല്ലാവർക്കും അറിയാതെ അല്ലേ, നിങ്ങളുടെ യോഗ്യത കൊണ്ടല്ല. ഇപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഗോലിയാത്ത് വന്നു. ഗോലിയാത്ത് എന്ന് പറയുമ്പോൾ മഹാരാക്ഷസനാണ്. അവൻ്റെ ഷെക്കൽ 700 ഷെക്കലാണ് അവൻ്റെ പരിച. 13 അടിയാണ് അവൻ്റെ കുന്തം. ദാവീദൊരു പയ്യൻ ഇടയ ചെറുക്കനാണ്. ദാവീദിനോട് ഗോലിയാത്ത് ചോദിക്കണത് എന്താണ്, നീ എൻ്റെ അടുത്ത് വരാൻ എന്ത് മെറിട്ടെന്നാണ് ചോദിക്കണത്. ദാവീദ് പറഞ്ഞത് എന്താണ്, മെറിറ്റില്ല പക്ഷേ ഗ്രേസ് ഉണ്ടെന്ന് പറയും. അതല്ലേ സംഭവം. നിങ്ങളെന്താ ആ ഭാഗം ഒന്ന് വായിച്ചു നോക്കുക. അതായത് 1 സാമുവേൽ 17:45. ശ്രദ്ധിക്കട്ടെ. സാമുവേൽ 17:43-45. ഗോലിയാത്ത് ദാവീദിനോട് ചോദിച്ചു, എന്റെ നേരെ വടിയുമായി വരാൻ ഞാനൊരു പട്ടിയോ? ദാവീദിന്റെ കയ്യിലുള്ള എന്താണ്, ഒരു വടി, ഇടയന്റെ വടിയാണ്. അതൊക്കെ മെറിറ്റില്ല. അതാണ് ദാവീദ് ഈ 13 അടി നീളം കുന്തം പിടിച്ചിരിക്കുന്ന ഒരു രാക്ഷസന്റെ അടുത്ത് ഒരു വടിയും പിടിച്ചിട്ട് ഒരു മനുഷ്യൻ വരികയാണ്. അപ്പോൾ ഗോലിയാത്ത് ഉടനെ ചോദിക്കുകയാണ്, വാട്ട് മെറിറ്റ് യു ഹാവ് ടു ഫേസ് മീ, നീ എന്നെ അഭിമുഖീകരിക്കാൻ നിനക്കെന്നാ യോഗ്യത എന്ന് പറയും. അതിനെ ദാവീദ് പറയുന്നൊരു ഉത്തരമുണ്ട്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ദാവീദ് പ്രതിവചിച്ചു, വാളും കുന്തവും ചാട്ടുളിയുമായി നീ എന്നെ നേരിടാൻ. അതാണ് നിന്റെ മെറിറ്റ്, അതാണ് നിന്റെ മെറിറ്റ്, യോഗ്യത. വാളും കുന്തവും ചാട്ടുളിയുമായി നീ എൻ്റെ അടുക്ക വരുന്നു. ഞാനാകട്ടെ നീ നിന്ദിച്ച ഇസ്രായേൽ സേനകളുടെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവിന്റെ നാമത്തിൽ കൈയടിച്ച് നിങ്ങളെ അടിച്ച് നിലംപരശാക്കുന്ന ഏത് പ്രതിയോഗിയുടെ മുമ്പിൽ, അത് പരീക്ഷയാകട്ടെ, കോടതിയാകട്ടെ, സർക്കാർ ഓഫീസ് ആയിക്കോട്ടെ, ആശുപത്രി ആയിക്കോട്ടെ, ഓപ്പറേഷൻ തിയേറ്റർ ആയിക്കോട്ടെ, എവിടെ ചെന്നാലും നീ പറയണം, എന്താണ്, ഞാൻ വന്നിരിക്കുന്നത് ഞാൻ ഉടമ്പടി ചെയ്ത ദൈവത്തിന്റെ നാമത്തിലാണ്. ഒന്ന് പറഞ്ഞ ദൈവവേദലെ, ഞാൻ വന്നിരിക്കുന്നത് ഞാൻ ഉടമ്പടി ചെയ്ത എന്റെ ദൈവത്തിന്റെ നാമത്തിലാണ്. എന്റെ ദൈവവേദല എപ്പോഴും മനസ്സിലാക്കി. ഇപ്പം നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളത്, ഉടമ്പടി തൈലം കഴിഞ്ഞാൽ പിന്നെ എന്താ ഉള്ളത്, പ്രധാനപ്പെട്ട എന്താണ്, ഉടമ്പടി കാശുരൂപമാണ്. അതാണ് സാന്നിധ്യത്തിൻ്റെ ഒരു അടയാളം. എന്താ വിഷയത്തിൽ ഞാൻ വന്നിരിക്കുന്നത്, ഞാൻ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പ്രധാനപ്പെട്ട ഓപ്പറേഷന് പോകുമ്പോഴെല്ലാം, പ്രധാനപ്പെട്ട വിഷയത്തിന് പോകുമ്പോഴെല്ലാം നിങ്ങളുടെ കയ്യിൽ ഉടമ്പടി കാശുരൂപം ഉണ്ടായിരിക്കും. എന്താ കാര്യം, നിങ്ങൾക്ക് പക്ഷേ കാശുരൂപം ഉണ്ടായിട്ട് കാര്യമില്ല. അതേസമയം തന്നെ നമുക്ക് മനസ്സിലൊരു ഒരു വിശ്വാസമുണ്ടാണ്. എന്താണ്, ഞാൻ വന്നിരിക്കുന്നത് സൈന്യയുടെ കർത്താവായ ദൈവത്തിൻ്റെ നാമത്തിലാണ്.
പരിശുദ്ധ അമ്മ, കാര്യം ദൈവത്തിൻ്റെ നാമത്തിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥലൊക്കെ ചെയ്യുമ്പോഴേ എന്താ സംഭവിക്കണത്? നമ്മുടെ കൂടെ ആര് വരും? ഐ വിൽ കം വിത്ത് യു. അതല്ലേ ഉടമ്പടിയുടെ വാഗ്ദാനം, ഞാൻ നിൻ്റെ കൂടെ വരും. ആരാണ്? നീ എവിടെ പോയാലും വരുമെന്ന്. കഴിഞ്ഞ ദിവസങ്ങളിൽ റോഷൻ്റെ സാക്ഷ്യം എന്താണ്? റോഷന് 3 വർഷമായിട്ട് മക്കളില്ല, കോട്ടയംകാരനാണ്, 3 വർഷം മക്കളില്ല. അപ്പോൾ അവസാനം മക്കളില്ലാത്ത ഒരു അവസ്ഥയിൽ ഭാര്യയും ഭർത്താവും ഒരാൾ ഇവിടെയും ഒരാൾ അവിടെയും ഒക്കെ ആയിട്ട് അങ്ങനെ ജീവിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ മക്കളില്ലാത്തൊരു കാലം ഇങ്ങനെ കടന്നു പോവുകയാണ്. പക്ഷേ അതേസമയം ജോലിയെ പഴുതി ഇവർക്ക് ഒരു കുറച്ച് കാലം മാത്രമേ ഒരുമിച്ച് താമസിക്കാൻ പറ്റുള്ളൂ. അല്ലാത്തപ്പോൾ ആണ്ടിൽ 10 മാസം അവർ പുറത്താണ്, സെപ്പറേറ്റഡ് ആണ്. ഇങ്ങനെയൊക്കെ പല സാങ്കേതിക ജീവിത പ്രശ്നങ്ങൾ കാരണമാണ് മക്കളില്ലാതെ പോകുന്നത്. പക്ഷേ അവർ ട്രൈ ചെയ്തിട്ട് മക്കൾ ഉണ്ടായിട്ടുമില്ല. അപ്പോൾ ഇനി മക്കൾ ഉണ്ടാകുമെന്ന് അറിയത്തുമില്ല. ഇങ്ങനെ ആകെപ്പാട് കൺഫ്യൂഷൻ ആയിരിക്കുന്ന സമയത്താണ് ഇവർ ഉടമ്പടി ചെയ്യണത്. അവരുടെ വീട്ടിലാരോ ഉടമ്പടി ചെയ്യണതാണ്. പിന്നീട് അവർ നേരെ വന്ന് ആ ഉടമ്പടിയുടെ ശക്തി മനസ്സിലാക്കിയിട്ടാണ് ഇവർ ഉടമ്പടി ചെയ്യണത്. പക്ഷെ ഉടമ്പടി ചെയ്യുമ്പോൾ സംഭവിക്കേണ്ട ഒരു വിഷയമുണ്ട്. അന്ന് രാത്രി ഈ റോഷൻ ഒരു സ്വപ്നം കാണും. എന്താ സ്വപ്നം വെച്ചാൽ അവനൊരു വഴിയിൽ നിന്ന് എവിടെ യാത്ര പോയിട്ട് വീട്ടിലോട്ട് വരികയാണ്. റോഡേ ഇറങ്ങി വീട്ടുവഴിയിലേക്ക് വരികയാണ്. വഴി കൊണ്ടുവരുമ്പോൾ അമ്മ മാതാവ് ഇവൻ്റെ കൂടെ വരുന്നു. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. എന്താണ്? അമ്മ മാതാവ് പ്രഗ്നൻ്റാണ്. അതാണ് സ്വപ്നത്തിൻ്റെ വിഷയം. ഗർഭിണിയായ മാതാവ്. അപ്പോൾ ഞാനും അമ്മയും കൂടി സംസാരിച്ചുകൊണ്ട് വരികയാണ്. അപ്പോൾ അമ്മ ഗർഭിണിയാണ്, മാതാവാണ് എൻ്റെ കൂടെ ഉള്ളതെന്ന് ഞാൻ സ്വപ്നത്തിൽ കൃത്യമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ പെട്ടെന്ന് മഴ പെയ്തു. ഞാനും അമ്മയും കൂടി വരുമ്പോൾ പെട്ടെന്ന് മഴ പെയ്തപ്പോൾ ഞങ്ങളൊരു വീട്ടിലോട്ട് പ്രവേശിച്ചു. അപ്പോൾ ആ വീട്ടിൽ ഉടമ്പടി പ്രാർത്ഥനയുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയം മഴ കഴിഞ്ഞപ്പോൾ പുറത്തോട്ടിറങ്ങിയപ്പോൾ അമ്മ ഒരു കുഞ്ഞിനെ എനിക്ക് തന്നിട്ട് അമ്മ പോയി. ഞാൻ കുഞ്ഞുമായിട്ട് വീട്ടിലോട്ട് പോകുന്നു. ആ ആഴ്ചയിൽ എൻ്റെ ഭാര്യ പ്രഗ്നൻ്റ് ആയെന്ന്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. പരമ ദിവ്യകാരുണ്യത്തിന് ഇതിപ്പോൾ ഈ ആഴ്ച നടന്ന സാക്ഷികളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കണതല്ല. എല്ലാം യൂട്യൂബിലുണ്ട്, ഞങ്ങൾക്ക് വെരിഫൈ ചെയ്യാം. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഈ സ്വപ്നത്തിൻ്റെ അർത്ഥം? ഈ സ്വപ്നം എന്ന് പറയണത് ഗർഭിണിയായ മാതാവിനെ സ്വപ്നം കാണുകയും ആ മാതാവ് റോഷനെ കുഞ്ഞിനെ കൈമാറുകയും ചെയ്യുമ്പോൾ അമ്മ എന്താ ഉദ്ദേശിക്കുന്നത്? ഈ ആഴ്ചയിൽ നിൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആകും, പക്ഷേ ആ കുഞ്ഞിനെ ഞാൻ തന്നതാണെന്ന് നീ അറിയണം. അല്ലാതെ ഒരു ഓട്ടോമാറ്റിക്കലായിട്ട് ഒരു ബയോളജിക്കൽ പ്രോസസ്സിലൂടെ നാച്ചുറലായിട്ട് ലഭിച്ച സ്വാഭാവികമായ ദാനമല്ല, മറിച്ച് അത് സ്പെഷ്യൽ ഗിഫ്റ്റാണ്. ഔട്ട് ഓഫ് ഗ്രേസ്, മെരിറ്റ് കൊണ്ടല്ല, കൃപ കൊണ്ടാണെന്ന് കൈയിട്ടിച്ച് കർത്താവിനെ ഇതാണ് സാന്നിധ്യം എന്ന് പറയുന്നത്. സ്വപ്നമാണ്. പക്ഷെ സ്വപ്നം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും കാണുന്ന തരത്തിലുള്ളൊരു സ്വപ്നമല്ലത്. കാര്യം ഉടമ്പടി കാലത്ത് ദൈവത്തെക്കുറിച്ച് കാണുന്ന സ്വപ്നങ്ങളെല്ലാം അമ്മയെക്കുറിച്ചോ ഈശോയെക്കുറിച്ചോ ഒത്തിരി പേര് വ്യത്യസ്തങ്ങളായ സ്വപ്നങ്ങൾ ആത്മീയമായി കാണുന്നുണ്ട്. അതിൻ്റെ എല്ലാ വ്യാഖ്യാനം എന്ന് പറയുന്നത് ഈ ജോഷുവ 1:9 എന്താണ്? നീ ഉടമ്പടി ചെയ്ത വ്യക്തിയാണ്, അതുകൊണ്ട് ഉടമ്പടി പ്രകാരം അവിടെ വാഗ്ദാനമാണ്. ഐ വിൽ കം വിത്ത് യു വേറെവർ യു ഗോ. നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്. ആ ദൈവ സാന്നിധ്യമാണ്. അപ്പോൾ നിൻ്റെ കൂടെയുള്ള സാന്നിധ്യം ഉടമ്പടിയുടെ ഏറ്റവും മറ്റ് പ്രാർത്ഥനകൾക്കൊന്നുമില്ലാത്ത ഏറ്റവും വലിയ വാഗ്ദാനമെന്ന് പറയുന്നത് ഈ സാന്നിധ്യമാണ്. നമ്മൾ തൈലം തേക്കണത് പോലും എന്താണ്? ഞാൻ തൈലം തേക്കുന്ന പോലെ ഈ സാന്നിധ്യത്തെ നമ്മൾ തിരിച്ചറിയുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്നതിൻ്റെ കൊണ്ടാണ് നമ്മൾ എന്താണ് ഐ വിൽ ഗീവ് ദ വൈഡ് ഓഫ് സ്ട്രെങ്ത്. ഞാൻ കാട്ടുകാളയുടെ ശക്തി നൽകും. അത് എങ്ങനെ ശക്തി നൽകും? ശക്തിന് ധൈര്യമായിരിക്കുക. ഐ വിൽ കം വിത്ത് യു വേറെവർ യു ഗോ. നീ പോകുന്നിടത്തെല്ലാം ഞാൻ കൂടെ ഉണ്ടാകും എന്ന് വെച്ചാൽ സാന്നിധ്യമാണ് ശക്തി. ദൈവം നമ്മളെ ഒരു ഉടമ്പടി തൈലം നെറ്റിയെ കുറിച്ച് വെക്കുമ്പോൾ നമ്മുടെ കൂടെ വാഗ്ദാനം ചെയ്തിരിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ വി അഡ്മയർ ആൻഡ് അഡ്മിറ്റ് ആൻഡ് വി പ്രൊക്ലെയിം ഇറ്റ്. നമ്മൾ പ്രഖ്യാപിക്കുന്നു, കർത്താവേ ഉടമ്പടിയിലാണ് ഞാൻ, നിന്റെ സാന്നിധ്യത്തിൻ്റെ കൂടെ ഉണ്ട്, അത് ഞാൻ പ്രഖ്യാപിക്കുന്നു. കൈയിട്ടിച്ച് കർത്താവ് സാന്നിധ്യം, അതായത് 1:9 കൊടുത്ത സാന്നിധ്യം നമ്മൾ എന്തുകൊണ്ടാണ് ഞങ്ങളെ പാപത്തെക്കുറിച്ച് നിങ്ങളോട് അധികം സംസാരിക്കുക? ഉടമ്പടി ധ്യാനത്തിൽ പാപത്തെക്കുറിച്ച് അധികം സംസാരിക്കാറില്ല. കാരണം നവീകരണ ധ്യാനത്തിൻ്റെ സബ്ജക്റ്റാണ്. പക്ഷേ ഉടമ്പടി എടുക്കുന്ന വ്യക്തികൾക്ക് പാപ സാഹചര്യങ്ങളെക്കുറിച്ചുള്ള നൊട്ടേഷൻസ് കൊടുക്കും. ഇന്ന സാഹചര്യങ്ങളിലൂടെ പോകുന്നത് ദൈവത്തിൻ്റെ നിങ്ങളെ വിശുദ്ധി നഷ്ടപ്പെടുത്തും. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ വിശുദ്ധി ഇല്ലെങ്കിൽ സാന്നിധ്യം ഉണ്ടാകത്തില്ല. കാര്യം മനസ്സിലായില്ലേ? നിങ്ങളെ ഈ സാന്നിധ്യമാണ് പ്രശ്നം. സാന്നിധ്യത്തിനെ കുറിച്ച് ഉടമ്പടിയിൽ സാന്നിധ്യമുള്ളത് കാരണം ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം? വിശുദ്ധി പാലിക്കണം. ക്ലിയർ അല്ലേ? അല്ലെങ്കിൽ ആ സാന്നിധ്യം പോകും. ഞങ്ങൾ നിങ്ങളുടെ വ്യഭിചാരം ചെയ്യുന്ന കക്കരുതെന്ന്, മൊട്ടിക്കരുതെന്ന്, കൊല്ലരുതെന്ന് ഒന്നും പറയത്തില്ല. പക്ഷേ നിങ്ങളുടെ കോമൺ സെൻസ് ഉള്ള മനുഷ്യരല്ലേ? എന്താ കാര്യം? ദൈവ സാന്നിധ്യം നമ്മൾക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അബ്സ്റ്റൈനായിരിക്കണം. എന്താണ്? അവിശുദ്ധമായ സാഹചര്യത്തിൽ നിന്ന് നമ്മൾ ബോധപൂർവ്വം പിൻവലിക്കണം. അവിശുദ്ധമായ സാഹചര്യങ്ങളിൽ നമ്മൾ കാര്യം എന്താണ്? നമ്മുടെ കൂടെ ഉള്ളത് ആരാണ്?
അത് എന്താണ് എബ്രഹാത്തോട് പറഞ്ഞത് ഉടമ്പടി കഴിഞ്ഞപ്പോൾ? 17:2 ഉൽപ്പത്തി പുസ്തകം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. ഉൽപ്പത്തി 17:1. 1 ഉൽപ്പത്തി. സർവശക്തനായ ദൈവമാണ് ഞാൻ. ഒന്ന് പറഞ്ഞേ. സർവശക്തനായ ദൈവമാണ് ഞാൻ. എന്റെ മുമ്പിൽ വ്യാപരിക്കുക, കുറ്റമറ്റവനായി വർത്തിക്കുക. എപ്പോഴും പറഞ്ഞ ആവശ്യമുണ്ടോ? അതായത് ഉടമ്പടി ചെയ്യുമ്പോൾ ദൈവം നമ്മുടെ ബൈസ്റ്റാൻഡറെ പോലെ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെയാണ്. ആ ദൈവത്തിൻ്റെ വിശുദ്ധനായ ദൈവം നമ്മുടെ കൂടെ വസിക്കുമ്പോൾ ഇപ്സഫാത്തോ കോമൺ സെൻസ് ഉള്ള ആർക്കായാലും അറിയാം നമുക്ക് എന്താണ്, നമ്മളും വിശുദ്ധനായിരിക്കണം. അതുകൊണ്ട് ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും വിശുദ്ധരായി കർത്താവ് പറഞ്ഞല്ലേ. ലേവ്യർ 11:45. നിങ്ങളുടെ ദൈവമായിരിക്കേണ്ടതിന് പറഞ്ഞു, നിങ്ങളുടെ ദൈവമായിരിക്കും. നിങ്ങളുടെ ദൈവമായിരിക്കേണ്ടതിന് ഈജിപ്തിൽ നിന്ന് നിങ്ങളെ ആനയിച്ച കർത്താവ് ഞാനാകുന്നു. നിങ്ങൾ പരിശുദ്ധരായിരിക്കുവിൻ. എന്തെന്നാൽ ഞാൻ പരിശുദ്ധനാണ്. ഈ സാന്നിധ്യമാണ് പരിശുദ്ധിയെ നമ്മൾ ആവശ്യപ്പെടുന്നത്. ഉടമ്പടി എടുക്കുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടാവും. അത് ദൈവത്തിൻ്റെ വാഗ്ദാന പ്രകാരമാണ്. പക്ഷേ ആ സാന്നിധ്യത്തിൻ്റെ സാന്നിധ്യം ഉറപ്പുവരുത്താൻ നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മൾ വിശുദ്ധിയിൽ വ്യാപരിക്കണം. മനസ്സിലായോ? ഉടമ്പടി എടുത്തിട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങൾ ഒരു ദിവസം എന്നോട് പറഞ്ഞു, അച്ഛാ മകളുടെ കല്യാണം ഒന്നും ശരിയാണില്ല, 2-3 ചെക്കന്മാർ ഒരുമിച്ച് വന്നിട്ടുണ്ട്, ഒരാൾക്ക് എല്ലാവർക്കും നമുക്ക് അക്സെപ്റ്റബിൾ ആണ്, പക്ഷേ ഇതിൽ ആരെയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞ് പേരും കൊണ്ട് വന്നു. അപ്പോൾ പേരും കൊണ്ട് വന്നപ്പോൾ ഞാൻ ചോദിച്ചു, ചേച്ചി സാക്ഷ്യമുണ്ടോ? സാക്ഷ്യമുണ്ടെന്ന് പറഞ്ഞു. സാക്ഷ്യം ഇല്ലെങ്കിൽ സന്ദേശം എടുക്കത്തില്ല. കാര്യം ഇവരുടെ ഉടമ്പടി ദൈവം അംഗീകരിച്ചിട്ടില്ല. ദൈവം അത് സാക്ഷ്യം ഭയങ്കര സീരിയസ് ആണ് മക്കളെ. എന്തെങ്കിലും വിഷയം ഉണ്ടാകുമ്പോഴെങ്കിൽ അത് സാക്ഷ്യത്തിന് വില അറിയത്തുള്ളൂ. ഇപ്പം നിങ്ങളിങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കാം, പക്ഷേ ഒരു ഇഷ്യൂ ഉണ്ടായി ഒരു തീരുമാനം എടുക്കേണ്ടി വരുമ്പോൾ മെസ്സേജ് എടുക്കേണ്ടി വരും. അപ്പോഴാണ് ചോദിക്കുന്നത് സാക്ഷ്യം എന്തെന്ന് ചോദിക്കും. അല്ലാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ, ഒരിക്കൽ സാക്ഷ്യം നിങ്ങൾ പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്താതെ ഒളിച്ച് നടന്നാൽ പിന്നെ സ്വാഭാവികമായിട്ട് അടുത്തൊരു വിഷയം നിങ്ങൾക്ക് വരുമ്പോൾ ദൈവം നിങ്ങളെ സപ്പോർട്ട് ചെയ്യത്തില്ല. കാര്യം എന്താണ്? നിങ്ങൾ വയറ്റിപ്പഴപ്പിന് വേണ്ടി ദൈവത്തെ ദുരുപയോഗിക്കുന്ന ആളാണ്. കാരണം ദൈവത്തെ മഹത്വപ്പെടുത്താൻ നിങ്ങൾക്ക് പോരായ്മയായി നിങ്ങൾ കരുതുന്നു. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അടുത്തൊരു ഇഷ്യൂ നിങ്ങൾ ഓർക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതോടുകൂടി ലോകം അവസാനിക്കും എന്ന് നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങൾക്ക് ജോലി കിട്ടി, വീട് കിട്ടി, വിവാഹം നടന്നു, ഇതോടുകൂടി ലോകം അവസാനിക്കുമെന്ന് വിചാരിക്കരുത്. നാളെ ഇതിനേക്കാൾ ഇരട്ടി പ്രശ്നം ഉണ്ടാകുമ്പോൾ ദൈവദൃശ്യന് തന്നെ എന്ത് മൊന്തമായിട്ട് നിങ്ങൾ വരും, അത് ഓർക്കണം. അതുകൊണ്ട് സാക്ഷ്യം പറഞ്ഞ് മാറണം. അതിപ്പോൾ ഇവിടെ അച്ഛനെ കാണാൻ വേണ്ടി തന്നെയല്ല, ദൈവദൃശ്യത്തിന് ഇനിയുള്ള കാലം കൃപയിൽ വ്യാപരിക്കാൻ ഒരു സാക്ഷ്യം ഒരു മസ്റ്റാണ്. ഇപ്പോൾ ഇവിടെ പറയാൻ പറ്റിയ ക്വാളിറ്റി ഇല്ലെങ്കിലും ഞങ്ങൾ ഒപ്പിട്ട് തരും, അത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകണം. അപ്പോൾ ഞാൻ ചേർത്ത് ചോദിച്ചു, സാക്ഷ്യം പറഞ്ഞതാണ്? സാക്ഷ്യം പറഞ്ഞില്ല, പറയാൻ ഒപ്പിട്ട് തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒപ്പിട്ട് നോക്കി. അപ്പോൾ നോക്കിയപ്പോൾ സാക്ഷ്യം അവർ പറഞ്ഞിട്ടില്ല, പറയാനുള്ള ക്വാളിറ്റി ഇല്ലെങ്കിലും ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഓർക്കേണ്ടതെന്ന് പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പറയാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ അത് സെക്കൻഡ് ക്ലാസ് സാക്ഷ്യമായിരിക്കും, ഉടമ്പടിയുടെ ക്വാളിറ്റി ഉണ്ടാകത്തില്ല. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് കിട്ടുന്ന സമയമൊക്കെ കുറവായിരിക്കും, ഇവിടെ കൗൺസിലിംഗ് കിട്ടുന്ന സമയം കുറവായിരിക്കും. കാര്യം നിങ്ങളത് കുറച്ചുകൂടി പിക്കപ്പ് ചെയ്ത് വരാൻ പറയും. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ചേച്ചി ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം വന്നു. എന്താ ചോദ്യം? നിങ്ങൾ എന്നാ കുമ്പസാരിച്ചെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ കുമ്പസാരിച്ച് 2 മാസമായി. ഞാൻ വണ്ടി വിട്ടേക്കാൻ പറഞ്ഞു, തീർന്നു, അടച്ച് എല്ലാം തീർന്നു. കാര്യം ഉടമ്പടി പ്രകാരം 2 ആഴ്ചയിലൊരിക്കൽ കുമ്പസാരിക്കണ്ടേ? അതല്ലേ അച്ഛൻ പറയണേ ഇവിടുന്നുണ്ട്, 2 ആഴ്ചയിലൊരിക്കൽ കുമ്പസാരിച്ച് എഴുന്നേൽക്കാൻ പറയണം. അല്ലെങ്കിൽ മാക്സിമം പോയാൽ 1 മാസം, അതിൻ്റെ അപ്പുറത്ത് പോകാൻ പറ്റത്തില്ല. ചേർത്ത് 2 മാസമായി കുമ്പസാരിച്ചിട്ട്. അപ്പോൾ ഉടമ്പടിയാണെന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല, നിങ്ങൾ വിശുദ്ധരല്ല. അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര സീരിയസ് വിഷയമാണ്. നമ്മൾ കൂടെ കുമ്പസാരിക്കണമെങ്കിൽ നമുക്ക് കുമ്പസാരത്തിൻ്റെ ബോധമുണ്ടാകും. അതനുസരിച്ച് നമ്മൾ പാപത്തെ ഒഴിവാക്കി ജീവിക്കും. അപ്പോൾ കുമ്പസാരത്തിൻ്റെ ആ ഒരു ചൈതന്യം ഇല്ലാത്ത നിങ്ങൾ ഒരു സമൂഹത്തിലാണെങ്കിൽ നിങ്ങൾ തന്നെ മനസ്സാക്ഷിക്ക് ഒപ്പിച്ച് വിശുദ്ധിയോടെ ജീവിക്കാൻ വേണ്ടി ഉടമ്പടിക്കാർ ശ്രദ്ധിക്കണം. ഒരു സംശയമില്ല കാര്യത്തിൽ. കക്ഷത്തിൽ ഉടമ്പടി ചോദിക്കുമ്പോൾ ദൈവത്തോട് ആലോചന ചോദിക്കത്തില്ലേ? ഇതുപോലെ പ്രാക്കപ്പെട്ടൊരു മനുഷ്യൻ വന്നാൽ എങ്ങനെയാണ് ദൈവം സംസാരിക്കുന്നത്? സംസാരിക്കത്തില്ല. അതാണ് പ്രശ്നം. അതല്ലേ ഇപ്പം ലേവ്യയോട് വായിച്ചത്, ഞാൻ പരിശുദ്ധരായിരിക്കുന്നവരെ നിങ്ങളും പരിശുദ്ധരായിരിക്കാൻ പറയും. അപ്പോൾ അതൊരു വിഷയമാണ്. അത് നിസ്സാര വിഷയമല്ല. ഈ നിങ്ങളുടെ ഹെവി സബ്ജക്റ്റുകളെ കൈകാര്യം ചെയ്യണമെങ്കിൽ വിശുദ്ധി വേണം. ഇപ്പം ജോഷുവ തന്നെ ജനങ്ങളോട് എന്താ പറഞ്ഞത്? നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ. എന്താ നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് 3:5 വായിച്ചേ, ശ്രദ്ധിക്കട്ടെ. ജോഷുവ 3:5 ജോഷുവ ജനത്തോട് പറഞ്ഞു, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ. നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ. നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ഇത് ജോഷുവയുടെ അനുഭവമാണ്. വിശുദ്ധീകരിച്ചു കഴിഞ്ഞാൽ അത്ഭുതം പ്രവർത്തിക്കും എന്നുള്ളത് ഉറപ്പാണ്. നിങ്ങൾക്ക് ഉടമ്പടിയിൽ മിറക്കിൾ സംഭവിക്കണോ, നിങ്ങൾ വിശുദ്ധി പാലിക്കാൻ നോക്കണം ഉടമ്പടി പ്രകാരം. അതെപ്പോഴും എന്താ സംഭവിച്ചല്ലേ, നമുക്കറിയാമല്ലോ, ജോഷുവയുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമാണ് ഈ ജെറീക്കോ കോട്ട തകർത്തത്, അല്ലേ? ജെറീക്കോ കോട്ട തകർത്തത്.
പക്ഷേ ജെറിക്കോ തകർക്കാൻ വേണ്ടി ജോഷുവയുടെ കയ്യിൽ അധികം പട്ടാളക്കാരൊന്നുമില്ല. അവർ പട്ടാളക്കാരെ ട്രെയിൻഡും അല്ല. അവർ ആകപ്പാടെ ഉള്ള വാഗ്ദാന പേടകമാണ്. ആ സംഭവമാണ്, കർത്താവിൻ്റെ സാന്നിധ്യമാണ്. അത് തോളെ വെച്ചിട്ട് പുരോഹിതന്മാർ 7 പുരോഹിതന്മാർ 14 പുരോഹിതന്മാർ ഇത് തോളെ വെച്ചുകൊണ്ട് ഈശോയെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഇത് ചുറ്റും നടക്കും. അത് നടക്കാൻ വേണ്ടി കർത്താവിനെ വിളിച്ചുകൊണ്ട് വേറെ ഒരു ആസ്തിയുമില്ല, വേറെ ഒരു മെരിട്ടുമില്ല, കർത്താവ് മാത്രമാണ് മെരിട്ട്. കാര്യം അവിടെ ഈ ജെറിക്കോ നല്ല സൈന്യം, നല്ല ട്രെയിൻഡ് സോൾജേഴ്സുള്ള സ്ഥലമാണ്, നല്ല നഗരമാണ്, നല്ല ശരിക്കും കോട്ടയാൽ ഭദ്രമായ നഗരമാണ്. അവിടെ ചെല്ലുമ്പോഴെന്താ സംഭവിക്കണത്? ജോഷുവ ഇവർ നടന്ന് ചെല്ലുമ്പോൾ ഒരു സൈന്യാധിപനെ കാണും. ഊരിപ്പിടിച്ച വാളുമായിട്ട് സൈന്യാധിപൻ നിൽക്കുകയാണ്. ജോഷുവ അതിനേക്കാൾ വലിയ സൈന്യാധിപനാണ്. ജോഷുവ പേടിച്ചില്ല. ഇവർ വാഗ്ദാന പേടകമായിട്ട് ചെല്ലുകയാണ്, ജെറിക്കോ കോട്ടയെ സമീപിക്കാൻ പോവുകയാണ്. അപ്പോഴാണ് ഊരിപ്പിടിച്ച വാളുമായിട്ട് സൈന്യാധിപൻ രാക്ഷസനാണ് നിൽക്കുന്നത്. അപ്പോൾ ജോഷുവ പേടിച്ചില്ല, പതറത്തില്ല. പക്ഷെ പതറാതെ ഇവൻ ചോദിക്കും, സത്യം പറ, നീ ഞങ്ങളുടെ പക്ഷത്തോ അതോ ശത്രുപക്ഷത്തോ? അപ്പോഴീ സൈന്യാധിപൻ പറയുന്നൊരു വാക്കുണ്ട്. എന്താ പറയണത്? നീ കാലിലെ ചെരുപ്പൂരി മാറ്റാൻ നോക്ക്. എന്താ കാര്യം? ഞാൻ കർത്താവിൻ്റെ സൈന്യാധിപനാണ്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാണെന്ന്. യോശുവ 5:14-15 അതെ. അവൻ പറഞ്ഞു, അല്ല, ഞാൻ കർത്താവിന്റെ സൈന്യാധിപനാണ്. ഞാൻ കർത്താവിന്റെ സൈന്യാധിപനാണ്. ജോഷുവ സാഷ്ടാംഗം പ്രണമിച്ച് അവനോട് ചോദിച്ചു, അങ്ങ് ഈ ദാസനോട് കൽപ്പിക്കുന്നത് എന്താണ്? കർത്താവിന്റെ സൈന്യാധിപൻ പറഞ്ഞു, നിന്റെ പാദങ്ങളിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു മാറ്റുക, നീ നിൽക്കുന്ന ഈ സ്ഥലം വിശുദ്ധമാണ്. ജോഷുവ അങ്ങനെ ചെയ്തു. അതായത് ജോഷുവ തന്നെ വിശുദ്ധീകരിച്ചു, അഴുക്ക് മാറ്റിയെന്ന്. അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, മോസസ് അബിമേലെക്കുമായി യുദ്ധം ഉണ്ടായ കാലത്ത് മോസസ് ജോഷുവയോട് പറഞ്ഞൊരു വാക്കുണ്ട്. എന്താ കാര്യം? നമുക്ക് യുദ്ധം ജയിക്കാനുള്ള ശക്തിയില്ല, പക്ഷേ കർത്താവ് യുദ്ധം ചെയ്യും. അതാണ് വിഷയം. കർത്താവ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നമ്മൾ മൗനമായി ഇരുന്നാൽ മതിയെന്ന്.